മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ. വടശ്ശേരി ദാമോദരൻ മകൻ വി.ഡി. സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് 100% സത്യസന്ധതയും കൂറും പുലർത്തുമെന്നും കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റുകൊണ്ട് എന്റെ കർത്തവ്യം പൂർണ്ണമായിട്ടും സത്യസന്ധമായിട്ടും പ്രവർത്തിക്കുമെന്നും ഇതാ ഈശ്വരനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞ ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതുപോലെയൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ടൊരു സമാധാനത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ തേടിയുള്ള ഓട്ടത്തിൽ ഇപ്പൊ സോണിയാഗാന്ധി ഹോസ്പിറ്റലിൽ വരെയായി. ടെൻഷൻ അടിച്ചിട്ടാവും പാവം. എന്തൊക്കെയാണെങ്കിലും ഇതുവരെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള മല്ലികാർജുന ഖാർഗെക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു സങ്കടം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്ന് രാത്രിക്കുള്ളിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പൊ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഈ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് എ.കെ. ആന്റണിയുടെ അഭിപ്രായം കൂടി ചോദിക്കും എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും എ.കെ. ആന്റണിയെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ മല്ലികാർജുന ഖാർഗെയോ കോൺടാക്ട് ചെയ്തിട്ടില്ല. അതിനർത്ഥം ഈ പറയുന്ന അവർ തമ്മിലൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇവരുടെ തീരുമാനമെടുത്തതിന് ശേഷം രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒരു തീരുമാനമെടുത്തതിന് ശേഷം തീർച്ചയായിട്ടും ഈ പറയുന്ന എ.കെ. ആന്റണിയുടെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. ഈ പറയുന്ന എ.കെ. ആന്റണി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ജനവികാരം അനുസരിച്ചുകൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നുള്ള കാര്യം. കാരണം ഇത്രയേറെ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ പോസ്റ്ററോട്ടിക്കൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിയുടെയും ഓഫീസിനെതിരെ വരെ ആയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോ പാർലമെന്റ് ഇലക്ഷന് വേണ്ടിയിട്ട് MP സീറ്റിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ആരും വരണ്ട, ജനങ്ങളുടെ മനസ്സറിയാതെ ജനവികാരം അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ പാർട്ടിയെ ജനങ്ങൾക്കും വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പൊ ജനങ്ങൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനവികാരം രൂക്ഷമാണ്. ഈ പറയുന്ന പാർട്ടി എത്രയും പെട്ടെന്ന് ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പൊ ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ കെ.സി. വേണുഗോപാൽ ആയാലും ഈ പറയുന്ന വി.ഡി. സതീശനായാലും രമേശ് ചെന്നിത്തല ആയാലും ഈ പറയുന്ന 3 നേതാക്കന്മാരും ഒത്തിരി പ്രതീക്ഷയിലാണ് കാത്തിരിക്കുന്നത്. MLA-മാരുടെ സപ്പോർട്ടും MP-മാരുടെ സപ്പോർട്ടും ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന കെ.സി. വേണുഗോപാലാണ് ഈ ഒരു സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരാനായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ജനവികാരം അനുസരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഈ പറയുന്ന വി.ഡി. സതീശന്റെ പേര് തള്ളിക്കളയില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒറ്റ വാക്കിൽ ഈ പറയുന്ന ജനവികാരം അനുസരിച്ചുകൊണ്ട് വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അധികം വൈകാതെ തന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും ഖാർഗെയും ഒരു തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും. അതിനുശേഷം എ.കെ. ആന്റണിയെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളും കൂടി അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ പറയുന്ന പ്രഖ്യാപനം ഉണ്ടാവുക. ഇന്ന് രാത്രിക്കുള്ളിൽ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് വന്നിരുന്നത്. ഇപ്പൊ സോണിയാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ചില പ്രശ്നങ്ങളും കൂടി അതിന്റെ ഇടയിൽ വരുന്നത് കൊണ്ട് ഇന്ന് രാത്രി എന്നുള്ളത് ചിലപ്പോൾ നാളത്തേക്ക് മാറിപ്പോകാം. എന്തൊക്കെയാണെങ്കിലും ജനവികാരം അനുസരിച്ചുകൊണ്ട് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവസാനം വരെ ജനങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആക്കിയില്ല എങ്കിൽ കെ.സി. വേണുഗോപാലിലേക്കാണ് ആ ഒരു തീരുമാനം പോകുന്നതെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇലക്ഷനിൽ നിന്ന് ഈ പറയുന്ന MLA ആയിട്ട് മത്സരിച്ച് വിജയിച്ചാൽ മാത്രമേ 6 മാസത്തിലധികം മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കെ.സി. വേണുഗോപാൽ ഏത് മണ്ഡലത്തിലാണോ ഇലക്ഷന് നിൽക്കുന്നത് ആ ഒരു മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കിട്ടാത്ത ഏറ്റവും വലിയ പരാജയം സമ്മാനിക്കും എന്നുള്ള രീതിയിലാണ് ജനങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയോ കെ.സി. വേണുഗോപാലോ ഈ 3 പേരിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും എന്നറിയാനായിട്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് MLA-മാരുടെ സപ്പോർട്ടും MP-മാരുടെ സപ്പോർട്ടും ഏറ്റവും അധികം കെ.സി. വേണുഗോപാലിനാണ്. ഈ പറയുന്ന ജനങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വി.ഡി. സതീശന്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ഇതിന്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്നത് പോലെ വി.ഡി. സതീശനും ഈ പറയുന്ന കെ.സി. വേണുഗോപാലിനും കിട്ടാതായി പോയിട്ടുണ്ടെങ്കിൽ ആ കിട്ടാക്കനി തീർച്ചയായിട്ടും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയിലേക്ക് തന്നെ തന്റെ സീനിയോറിറ്റി ഉപയോഗിച്ചുകൊണ്ട് വരാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ആരായിരിക്കും കേരള സംസ്ഥാനം ഭരിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി എന്ന്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്